അസറിയാവിൻ്റെ ഹനന്യാവിൻ്റെ പ്രായം. They were teenagers. I hope you are remembering. The Canaanites, the Babylon, they want to change the 3 areas of these youngsters, these teenagers. They want to change their names. They have no problem. Daniel and all 3 brothers, they accepted this. They have no problem with that. They change their names. Then they change their beliefs and their values and education system. They have no problem with that. Finally, the Babylonian want to change their lifestyle. Then Daniel and his friends said no. They completely refuse their system, their things. They want to charge their system on them. They refuse that third part. Then I told you the first characteristics of uncompromising life is unashamed boldness. The second one is uncommon standard. നിങ്ങൾക്കറിയണോ, ലാസ്റ്റ് സൺഡേയിലെ സർമണിന് ശേഷം ഐ ഗോട്ട് മെനി കോൾസ് ഫ്രം മെനി പ്ലേസസ്. പല ആളുകളും എന്നോട് പറഞ്ഞത് ഈ നിലയിലൊക്കെ നമ്മുടെ ഇടയിലൊന്ന് പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പോലും പറഞ്ഞ ആളുകൾ ഉണ്ട്. വളരെയധികം ആളുകളോട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ തന്നെ തൗസൻഡ്സ് ഓഫ് ആളുകൾ ആ സർമം കേൾക്കാനായിട്ട് കർത്താവ് കൃപ നൽകി. ഞാൻ ഓർത്തത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് ഓർത്താണ് ഞാൻ കഴിഞ്ഞ സൺഡേ പോയത്. എന്നാണെന്നാലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ആരും പ്രയാസമൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഈ ദൈവവചനം പറയുമ്പം നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയും പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മാനസാന്തരം ഉണ്ടാകുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. God is expecting from you and me is an uncompromising life in this present world. അതിന് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം unashamed boldness. Second, uncommon standard. ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് ഞാൻ പോകാനായിട്ട് പോവുകയാണ്. I hope you are remembering that quotation. An uncompromising life does not play on the edge of what is right. It chooses that standard which is highest, noblest and best. Uncompromising life എന്നുള്ളത് ഒരിക്കലും ഒരു പൊത്തുപൊരുത്ത ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരെ കൊണ്ട് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ദൈവപ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നവർക്കാണ് അൺകോംപ്രമൈസിങ് ലൈഫിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു അൺകോമൺ ലൈഫ് ഈ ഭൂമിയിൽ നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ ഈ ദൈവവചനം കേൾക്കുകയും ഓരോ സെൻറ്റൻസുകളും നമ്മുടെ ഹൃദയത്തിൽ എഴുതുകയും ചെയ്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വിജയകരമായ ദൈവപ്രസാദകരമായൊരു ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യും. അൺബോൾഡ്നെസ്. രണ്ടാമത്തേത് അൺകോമൺ. അതാണ് നമ്മൾ ചിന്തിച്ചത്. മൂന്നാമത്തെ കാര്യം, ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആൻ അൺഎർത്തിലി പ്രൊട്ടക്ഷൻ ഈസ് ഷുവർ. അതാണ് ഈ വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നത്. വേഴ്സ് 9 നിങ്ങൾ കണ്ടോ? ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കാനിടയായി. There are 2 main possibilities for why Daniel and his friend found favor with Aspenas. ഈ വേദഭാഗം വായിക്കുമ്പോൾ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഈ 4 പേർക്ക് രാജാവിൻ്റെ മേൽവിചാരകനായ അസ്പെനാസിൻ്റെ മുന്നിൽ കരുണ ലഭിക്കാൻ 2 സാധ്യതകളാണുള്ളത്. ഫസ്റ്റ് വൺ, ഡാനിയേൽസ് ഇൻറ്റഗ്രിറ്റി, ആൻഡ് സെക്കൻഡ് വൺ, ഗോഡ്സ് സോവർണിറ്റി. ഈ 2 കാര്യം ഈ വേദഭാഗത്തിനകത്ത് വായിക്കുമ്പോൾ അറിയാം. നമ്മൾ ഈ വേദഭാഗം താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദാനിയേലും തൻ്റെ സഹോദരങ്ങളും തൻ്റെ കൂടെയുള്ളവ ആ 3 പേരും വളരെ ബോൾഡായിരുന്നു. അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരെ കൊണ്ട് പറയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരെത്ര ഹോളിയായിട്ട് ജീവിക്കാമോ അങ്ങനെ എല്ലാം ജീവിച്ചു. ബട്ട് അൾട്ടിമേറ്റ്ലി ഗോഡ് ഈസ് കൺട്രോളിങ് ദ ഇവന്റ്. ആ 2 കാര്യം ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാനിയേലും
ഈ 3 സഹോദരങ്ങളും അവർ വളരെ they were very honest, they were very holy. Their character is often showed before the minister of the king. അവിടെ നമ്മൾ വായിക്കുന്നത് ഈ രാജാവിൻ്റെ ദാസൻ അല്ലെങ്കിൽ മെൽശസ്സറിന്, യൂനക്കിന് ഇവരുടെ സ്വഭാവം കണ്ട് വളരെ അങ്ങ് ബോധിച്ചു. അതൊക്കെ നമുക്ക് താഴോട്ട് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഹീ ഷോഡ് കമ്പാഷൻ ഓൺ ദം. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവം അവിടെ ചെയ്യുന്ന ദൈവപ്രവർത്തിക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്ന് their integrity, second God's sovereignty. ഇത് 2 ഒരുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാം പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമാണ് കാര്യങ്ങളെ ചെയ്യുന്നത്. നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ബോൾഡ് ഡിസിഷൻ എടുക്കുക, ദൈവമാണ് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. നൗ ഗോഡ് ഗ്രാൻഡഡ് ഡാനിയൽ ഫേവർ ആൻഡ് കമ്പാഷൻ. അങ്ങനല്ലേ നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നത്? ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാനിടയായി തീർന്നു. വാട്ട് ഇസ് ദ മീനിങ്? God controls everything. He purposed that Daniel would be his witness in Babylon. It's possibly due to Daniel influence that wise men came from the east centuries later at the birth of Christ. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോയാൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദാനിയേല് ഈ ബാബിലോണിൽ എൻ്റെ സാക്ഷിയാകണം. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഈസ്റ്റിൽ നിന്ന് നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വൈസ്മെൻ കടന്നു വരണം. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഗോഡ് ഈസ് കൺട്രോളിങ് എവ്രിതിങ്. ഷണ്ഡാധിപന്റെ മുന്നിൽ കരുണ ലഭിപ്പാൻ ദൈവത്തിന് അവരോട് പ്രസാദമായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം അസ്പനാസിൻ്റെ മനസ്സിനെ ദാനിയേലിലേക്ക് ഫേവർ ഉണ്ടാകാനായിട്ട് മൂവ് ചെയ്യുന്നു. ഈവൻ നെബൂഖദ്നേസർ ഇൻ ഓൾ ഹിസ് പവർ couldn't alter God's plan. അതല്ലേ ആ വാക്യത്തിൻ്റെ അർത്ഥം? അവര് ദാനിയേലും കൂട്ടരും തീരുമാനിച്ചു, ഞങ്ങൾ ആഹാരം കഴിക്കുകയില്ല, ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല. അവരുടെ ബോൾഡ്നെസ് വളരെ സ്ട്രോങ് ആയിരുന്നു. അവർ അൺകോമൺ ആയിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ 2 കാര്യം നമ്മൾ ചെയ്താൽ there will be a third things, an unearthly protection wherever we go. What are the things we will do? ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 100% നമ്മൾ ചെയ്യണം എന്ന കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ദൈവമാണ് എന്ന ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ആർക്കും എന്നോട് മനസ്സലിവ് തോന്നുന്നില്ലല്ലോ എന്ന് ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ഓർത്തോണം, അസ്പനാസിൻ്റെ മനസ്സിനെ, രാജാവിൻ്റെ മനസ്സിനെ ഭക്തന്മാർക്ക് ഫേവർ ഉണ്ടാക്കാമെങ്കിൽ ആ ദൈവത്തിന് നമ്മോടും കരുണ ചെയ്യാനായിട്ട് കഴിയും. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഇവിടെ ഡാനിയേൽസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഗോഡ്സ് സോവർണിറ്റി ഈസ് വെരി ക്ലിയർലി എക്സ്പ്ലെയിൻഡ് വേഴ്സ് നമ്പർ 9. ഇവിടെ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വായിക്കുമ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ കരുണ തോന്നേണ്ടതിന്, ദൈവത്തിൻ്റെ ഫേവർ തോന്നേണ്ടതിന് ഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന വാക്യങ്ങളുണ്ട്. ഞാൻ 1-2 വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നോടൊപ്പം 1 King chapter 8 verse 50 ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം. ദാറ്റ് ഈസ് ദ പ്രയർ ഓഫ് സോളമൻ. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നേ, forgive your people who have sinned against you and all their transgressions which they have transgressed against you, and make them object of compassion before those who have taken them captive, that they may have compassion on them. Did you see the verse? അന്നേ പ്രാർത്ഥിക്കുകയാണ്, നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കവണ്ണം അവർക്ക് കരുണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ. ഈ ശലോമോൻ്റെ പ്രാർത്ഥന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആൻസർ ചെയ്യപ്പെടുകയാണ്.
അന്ന് ആ ഭക്തൻ പ്രാർത്ഥിച്ച അങ്ങനെയാണ്. Psalm 106-ൽ we can see almost like a same meaning verse. Psalm 106 verses 45 and 46. ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്. 106-ാം സങ്കീർത്തനം 45-46 വാക്യം. അവൻ അവർക്കായൊരു നിയമത്തെ ഓർത്തു, തൻ്റെ ദയപ്രകാരം അനുദപിച്ചു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കരുണ തോന്നി. ഗോഡ് ഈസ് കൺട്രോളിങ് ദ ഇവൻസ്. പ്രോവർബിനകത്ത് മനോഹരമായൊരു വാക്യമുണ്ട്. When a man's ways are pleasing to the Lord, he makes even his enemies to be at peace with him. ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നു. അങ്ങനെ തന്നെയാണോ വാക്യത്തിൻ്റെ അർത്ഥം? ഇവിടെ ആ ദൈവം ദാനിയേലിൻ്റെയും മറ്റ് 3 സഹോദരങ്ങളുടെയും ജീവിതത്തിൽ പ്രസാദിച്ചപ്പോൾ, അവരോട് ദൈവത്തിന് സ്നേഹമുണ്ടായപ്പോൾ, അന്യരാജ്യത്ത് അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചപ്പോൾ, സദൃശവാക്യത്തിൽ വായിക്കുന്ന പോലെ ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയാൽ അവൻ അവൻ്റെ ശത്രുക്കളെ പോലും അവരോട് എന്ത് ചെയ്യുക? നിരപ്പിക്കുക. എത്ര ക്ലിയറായിട്ടാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആ ദൈവിക വാഗ്ദത്തം നിറവേറിയത്. അസ്പനാസിന് അവരോട് കരുണ തോന്നി. അൺകോമൺ, അൺബ്ലെമിഷ്ഡ് ബോൾഡ്നെസ്, അൺകോമൺ സ്റ്റാൻഡേർഡ്, ദെൻ അൺഎർത്ത്ലി പ്രൊട്ടക്ഷൻ. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന നമ്മളോടെല്ലാവരോടും ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ജീവിക്കാനായിട്ടുള്ളൊരു തീരുമാനമാണ്. അല്ലാതെ ഒരു സോ കോൾഡ് വിശ്വാസിയായിട്ട് എത്ര ആൾക്കാർ ഈ ലോകത്തിലുണ്ട്, പക്ഷേ ദൈവവചനം റിച്ചായിട്ട് കേൾക്കുന്ന ഈ സഭയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഗോസ്പൽസിൽ വായിക്കുന്നൊരു വാക്യമുണ്ട്, അധികം കേട്ടവനോട് അധികം ചോദിക്കും. എത്ര സീരിയസ് ആയിട്ടാണ് തിരുവെഴുത്ത് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ്, ഇൻഫാലിബിൾ, ഇന്നറൻറ്റ് സ്ക്രിപ്ചർ. നമ്മൾ ഓരോ ആഴ്ച കഴിയും തോറും അധികം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടു അൺഎർത്ത്ലി പ്രൊട്ടക്ഷന് 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന് എൻ്റെ ഇൻറ്റഗ്രിറ്റി, 2 ഗോഡ്സ് കൺട്രോൾ. ആദ്യത്തേത് എൻ്റെ ഭാഗമാണ്, അത് വെരി ക്ലിയർ ആയിട്ട് ചെയ്യണം. 4th point we can see in verse number 10. ഇങ്ങനെയാണ് ദാനിയേൽ വായിക്കുന്നത്. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവർ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെ പോയാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തുമെന്ന് പറഞ്ഞു. അതായത് ഈ യൂനക്ക്, ഈ മന്ത്രി അവരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് കമ്പാഷനുണ്ട്, എനിക്കൊരു പ്രോബ്ലം ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ഞാൻ വെജിറ്റബിളും വാട്ടറും തന്നാൽ എൻ്റെ തലയ്ക്ക് എന്ത് ചെയ്യുക? അപകടം വരുത്തുക. പക്ഷേ 4th characteristics of an uncompromised life is an unhindered persistence. അൺഹിൻഡേർഡ് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മളാണെങ്കിൽ പറയും, ഓ എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ പോയതല്ലേ, ഒരു മീറ്ററോളെങ്കിലും കഴിക്കാം. ഞാൻ ആ പറഞ്ഞ ആശയം പിടികിട്ടിയോ? പോയതല്ലേ, അവരോടൊരു കമ്പനി നമുക്ക് എന്ത് ചെയ്യാം? കൂടാം. ബട്ട് നോ, ഇവിടെ അകത്ത് ഹോളി സ്പിരിറ്റുള്ള ആ ഭക്തന്മാരുടെ അൺഹിൻഡേർഡ് പെർസിസ്റ്റൻസ്. അവർ പറയാ, നോ, ദയവായി രാജാവിൻ്റെ ഭോജനം തരരുത്, ദയവായിട്ട് എന്ത് ചെയ്യരുത്? തരരുത്. പക്ഷേ ദാനിയേലിൻ്റെ ഡിറ്റർമിനേഷൻ എന്നാന്ന് അവിടെ കണ്ടോ? ഇവിടെ അസ്പനാസ് പറഞ്ഞത്, രാജാവ് തന്ന ആഹാരം നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ എൻ്റെ കഴുത്ത് എന്ത് ചെയ്യും? പോകും. പക്ഷേ അങ്ങനെയെങ്കിൽ ദാനിയേൽ പറയുക, നമ്മൾ ഇത്രയൊക്കെ ട്രൈ ചെയ്തില്ലേ, നമ്മളൊരല്പം കോംപ്രമൈസ് ചെയ്തേക്കാമെന്ന് പറയുകയായിരുന്നെങ്കിൽ എത്രമാത്രം അപകടമായിരുന്നു. പക്ഷേ ഒന്നാമത്തെ ഈ ഇവിടെ കാണും നമ്മൾ ഈ ആദ്യത്തെ അസ്പനാസിൻ്റെ കാര്യം വായിക്കുമ്പം 10ാം വാക്യത്തിൽ
ആദ്യം ദാനിയേൽ ട്രൈ ചെയ്യുകയാണ്, ഈസ് എനി പോസിബിലിറ്റി ടു ഗെറ്റ് റിഡ് ഓഫ് ഫ്രം ദ ഫുഡ് ആൻഡ് വൈൻ ഓഫ് കിങ്. ദാറ്റ് ഈസ് ദ അതാണ് അവരുടെ ആദ്യത്തെ കാര്യം. 10-ാം വാക്യത്തിനകത്ത് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ആദ്യ ഷണ്ണാധിപനോട് ചോദിക്കുകയാണ്, എന്തേലും സാഹചര്യം ഉണ്ടോ, എന്തേലും സാഹചര്യം ഉണ്ടോ? ഷണ്ണാധിപൻ പറഞ്ഞു, നോ 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 നോ, ഐ ഹാവ് നോ ഓപ്ഷൻ. ഞാൻ അങ്ങനെ ചെയ്താൽ ഐ വിൽ ഗെറ്റ് എ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. എൻ്റെ തല പോവും, എൻ്റെ ജീവിതം പോവും. പക്ഷേ ദാനിയേൽ വിട്ടില്ല. അടുത്ത വാക്യം നിങ്ങൾ കണ്ടോ, 11-ാം വാക്യം. ദാനിയേലോ, ഷണ്ണാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മിശായേലിനും അസറിയാവിനും വിചാരകനായി നിയമിച്ചിരിക്കുന്ന മെൽസറിനോട്, ദിസ് ഈസ് ആൻ അനദർ ഗൈ, ഹി ഹാസ് നോ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ കിങ്. ഇത് മെൽസറിൻ്റെ അല്ലെങ്കിൽ അസ്പനാസിൻ്റെ സഹായിയായിട്ട് രാജാവ് കൊടുത്തേക്കുന്ന വേറൊരു ഓഫീസറാണ്. ഇദ്ദേഹത്തിന് നെബൂഖദ്നേസറിനോട് നേരിട്ട് ബന്ധമില്ല. ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത് അസ്പനാസാണ്. മനസ്സിലാകുന്നോ? ആദ്യത്തെ ഒരു ഹയർ കോർട്ടിൽ ചെന്ന് അപ്പീൽ കൊടുത്തു, നടന്നില്ല. പക്ഷേ അൺകോംപ്രമൈസിങ് ലൈഫിൻ്റെ അടുത്ത പ്രത്യേകത എന്നാണെന്നറിയാമോ? അൺഹിൻഡേർഡ് പെർസിസ്റ്റൻസ്. They are asking again to another officer, there is any way? An uncompromising spirit never gives up. അല്ലേ, നമ്മൾ ഒത്തിരി കോമൺ എക്സ്ക്യൂസ് പറയാറുണ്ട്. ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ ആരും അനുവാദം എന്ത് ചെയ്തില്ല. പക്ഷേ ഇവിടുത്തെ വാക്ക് കണ്ടോ, ഹി ഈസ് ട്രൈയിങ് അഗെയിൻ. എൻ്റെ ചിന്തയിൽ ഞാൻ ചിന്തിക്കുക, ഈ സെക്കൻഡ് കോർട്ടും അപ്പീൽ തള്ളിയിരുന്നെങ്കിൽ ദേ വിൽ ഗോ ടു അനദർ കോർട്ട്. ആ കോർട്ടും അപ്പീൽ തള്ളിയെങ്കിൽ ദേ വിൽ ഗോ ടു അനദർ കോർട്ട്. ഫൈനലി ആരും സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ദേ ആർ റെഡി, ദേ ആർ വില്ലിംഗ്ലി ലേഡ് ദെയർ ലൈഫ് ഫോർ ദ സേക്ക് ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. Unhindered persistence. Youngsters, do you have this kind of persistence in your life based on your truth and your faith? അതോ അല്ലെങ്കിൽ we are ever ready to compromise our faith? ഇതിനകത്ത് ഏതാണ് നമ്മൾ ചിന്തിക്കുന്നത്? വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ദാനിയേലിൻ്റെ ഒന്നാമത്തെ വഴി അടഞ്ഞു. ഒന്നാമത്തെ വഴി അടഞ്ഞപ്പം രണ്ടാമത്തെ വഴിയിൽ ചെന്ന് മുട്ടുകയാണ്. ഒരു വഴി അടഞ്ഞാലും അടുത്ത വഴിയിലേക്ക് മുട്ടണം. കാര്യം നമ്മുടെ വിളി അൺകോംപ്രമൈസിങ് ലൈഫാണ്. പോളിനോട് അഗബോസ് ഒരു ദൂത് പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നീ ജെറുസലേമിൽ പോയാൽ കൊല്ലപ്പെടും. പക്ഷേ എന്നാ പോള് പറഞ്ഞതെന്നെ അറിയാമോ? ഐ ആം റെഡി ടു ഡൈ ഫോർ ക്രൈസ്റ്റ്. അതായത് ഒരു വഴി തടസ്സമാണെങ്കിലും ഹി ഈസ് റെഡി ടു ഗോ ദെയർ. അൺഹിൻഡേർഡ് പെർസിസ്റ്റൻസ്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, പോൾ, don't go to Asia. He is again prayed to the Lord. Then God opened the way to Europe. Unhindered persistence. Do we have that kind of uncompromising characteristics in our life? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവവചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കേണ്ടത്. അല്ലാതെ നമുക്കിഷ്ടമുള്ള കാര്യം പറയുമ്പം ഹല്ലേലൂയ പറയുന്നതല്ല ആത്മീയത. അതെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ആരും സ്തോത്രം പറയുന്നില്ല. ഒരാൾ പറഞ്ഞൊരു കഥയാണ്, എല്ലാവരെ കൊണ്ടും സ്തോത്രം പറയിപ്പിക്കാൻ വേണ്ടി. ഒരു ഉപദേശി ഒരിടത്ത് ചെന്നപ്പോൾ ഒരു വിശ്വാസി മാത്രം സ്തോത്രം പറയത്തേ ഇല്ല. പുള്ളി നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ വിശ്വാസി എപ്പോഴും സ്തോത്രം പറയുക. ചോദിച്ചപ്പോൾ പറയുന്നത്, ഈ ആളുകളെ ഈ സ്തോത്രം പറയിക്കാനുള്ള പ്രസംഗങ്ങളുടെ ഓരോ തമാശയായിട്ട് അതിനെ കൂട്ടിയാൽ മതി. ആ പുള്ളി ഇപ്പോൾ ഒരു ബയോപ്സി റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ അങ്ങനെ ഒന്നും പറയുകയല്ല. നിങ്ങളുടെ ഉപദേശിക്ക് എത്ര മണിക്കൂറും പ്രസംഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടണം. ഇവിടുന്ന് നടക്കുമ്പം എൻ്റെ ക്രിസ്ത്യൻ ലൈഫിൽ ഒരു അൺഹിൻഡേർഡ് പെർസിസ്റ്റൻസ് ആത്മീയത്തിലുണ്ടോ? അതോ ഞാനൊരു ആത്മീയനാണെന്ന് അറിയിക്കാൻ വേണ്ടി അല്പസ്വല്പമൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കിട്ടിയില്ലെങ്കിൽ എക്സ്ക്യൂസ് നമുക്കുണ്ടല്ലോ, ഞാൻ ട്രൈ ചെയ്തായിരുന്നു. നോ 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 നോ.
അങ്ങനെ പറ്റുകയില്ല. അൺഹിൻഡേർഡ് പെർസിസ്റ്റൻസ്, ബോൾഡ്നെസ് ഉണ്ടായിരിക്കണം നമുക്ക്. അൺകോമൺ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അങ്ങനാണെങ്കിൽ there will be a unearthly protection. അതിൻ്റെ ഉത്തരവാദിത്തമാണ് അൺഹിൻഡേർഡ് പെർസിസ്റ്റൻസ്. ഇത് ഇന്നൊന്ന് പറഞ്ഞു തീർക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഞാനൊന്ന് ട്രൈ ചെയ്യാം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം വേഴ്സസ് 12 and 13. അവിടെ മനോഹരമായൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയേ. 12 and 13, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും an unblemished faith. Just 10 days. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ 10 ദിവസം പച്ചവെള്ളവും വെജിറ്റബിളും കുടിച്ചാൽ വണ്ണം വെക്കുമെന്ന്? ഏതെങ്കിലും അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടോ? അങ്ങനെങ്കിൽ ഇവര് പച്ചവെള്ളവും വെജിറ്റബിളും കഴിച്ചതല്ല, ഗോഡ് ഡയറക്ട്ലി കൺട്രോൾ ദ ഇവന്റ്സ്. അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഉപദേശി പറഞ്ഞ് പച്ചവെള്ളവും വെജിറ്റബിളും കഴിച്ചാൽ സുന്ദരനും സുന്ദരിമാരാകും, അതുകൊണ്ട് നാളെ തൊട്ട് അങ്ങനെ. നോ 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 നോ. പച്ചവെള്ളവും വെജിറ്റബിളും കഴിച്ചാൽ 5 പൗണ്ട് കുറയത്തേ ഉള്ളൂ. പക്ഷേ ഗോഡ് ഈസ് കൺട്രോളിങ് ദ ഇവന്റ്. അതിന് പിന്നിലെ കാര്യം എന്നാ? അൺബ്ലെമിഷ്ഡ് ഫെയ്ത്ത്. ഇവിടെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഒരു പ്രയോഗമുണ്ട്, 13ാമത്തെ വാക്യം. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും, നിങ്ങളെല്ലാവരും ആ വാക്യത്തിലേക്ക് നോക്കിയേ. ലിസൺ കെയർഫുള്ളി, വേഴ്സ് 13. അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തുകൊള്ളുക. മീനിങ് there are certain group already compromised. Verse 13. രാജഭോജനം കഴിച്ച് ഇതേ ട്രെയിനിങ്ങിലായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ അവിടെ ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി they are also from the captive of Israel. ഇസ്രയേലിൽ നിന്ന് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുവന്ന ഈ ക്യാപ്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ ഓൾറെഡി they compromised their faith, their belief, their lifestyle. അവർ ഓൾറെഡി അവിടെ രാജഭോജനം കഴിച്ച് വീഞ്ഞും കുടിച്ച് അവിടെ ജീവിക്കുന്നുണ്ട്. But Daniel and his brothers, their unblemished faith, എന്താ പറഞ്ഞത്? Test us 10 days. പ്രിയപ്പെട്ടവരെ, ഒരുവന് ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഇതിനകത്തെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ എന്നാണെന്നറിയാമോ? If you are leading a righteous life, if you are leading a sanctified life, if you have purity in your heart, you have 100% confidence in the strength of the Lord. നമ്മൾ എന്തുകൊണ്ടാ? സിൻ ഓൾവേസ് പ്രൊഡ്യൂസസ് ഡൗട്ട്, എന്നാൽ റൈച്ചസ്നെസ് ഓൾവേസ് പ്രൊഡ്യൂസസ് കോൺഫിഡൻസ് ഇൻ ദ ലോർഡ്. നമ്മൾ എന്തുകൊണ്ടാ പലപ്പോഴും അതൊന്നും നടക്കുകയില്ലെന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? ബിക്കോസ് വി ഹാവ് സിൻഫുൾ ഹാർട്ട് ഇൻ us. എന്താ? നമ്മുടെ അകത്ത് ഹോളി ആണെങ്കിൽ, നമ്മുടെ അകം വിശുദ്ധമാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടൊരു കാര്യം അറിയാം, ഓൾവേസ് റൈച്ചസ്നെസ് പ്രൊഡ്യൂസ് കോൺഫിഡൻസ് ആൻഡ് സെക്യൂരിറ്റി. പ്രാർത്ഥിക്കാൻ നേരത്ത് നടക്കുകയില്ല, അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയേക്കാമെന്ന് നമ്മൾ ചിന്തിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ അകം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സജീവമല്ലാത്ത കൊണ്ടാണ്. അകത്ത് കർത്താവുമായിട്ടുള്ള ബന്ധം കോൺസ്റ്റൻ്റായി 24/7 ഉണ്ടെങ്കിൽ ദാനിയേലിന് പറയാനായിട്ട് കഴിയും, 10 ദിവസം പരീക്ഷിച്ചു നോക്ക്, ഇല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള പോലെ ചെയ്തോ. ഉറപ്പെന്നാന്നറിയാമോ? പ്യൂരിറ്റി ബ്രിങ്സ് കോൺഫിഡൻസ്. അൺബ്ലെമിഷ്ഡ് ഫെയ്ത്ത്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹൃദയ ശുദ്ധമാണെങ്കിൽ ദൈവത്തെ ആശ്രയിക്കാം. There is tremendous courage and tremendous boldness out of purity. ഇതില്ലാത്ത കൊണ്ടാണ് നമ്മൾ പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തി കോംപ്രമൈസിലേക്ക് പോകുന്നത്. എന്നെ കേൾക്കുന്നവരോട് പറയാം, പ്യൂരിറ്റി പ്രൊഡ്യൂസ് കോൺഫിഡൻസ് ഇൻ ദ ലോർഡ്.
അൺബ്ലെമിഷ്ഡ് ഫെയ്ത്ത്. ഇവിടെ റോമൻസ് 8:31 ഒരു വാക്യമുണ്ട്, ഇഫ് ഗോഡ് ഈസ് ഫോർ അസ് ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് അസ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? അന്ന് ബാബേലിൽ 17 വയസ്സ് മാത്രമുള്ള ദാനിയേലിന് ഈ കാര്യം അറിയായിരുന്നു, ഇഫ് ഗോഡ് ഈസ് ഫോർ അസ് who can be against us. ഐശാവിലെ നമുക്ക് ഇഷ്ടമുള്ള വാക്യം ഇങ്ങനെയാണല്ലോ, when you pass through the waters I will be with you, and through the rivers they will not overflow you. When you walk through the fire you will not be scorched, nor will the flame burn you. Do not fear, for I am with you. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി കടന്നാൽ നീ വെന്തു പോകുകയില്ല. കാരണം എന്നാ? അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നു. Unblemished faith. Can you say amen to that? Amen. Praise the Lord. നിരവധി കാര്യം എനിക്ക് പറയണം. Verses 14 and 16, another characteristics, an unusual test. ഈ ടെസ്റ്റ് ഞാൻ അല്പം ഒന്ന് പറഞ്ഞായിരുന്നു. 10 ദിവസത്തെ ടെസ്റ്റ്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ട്രൂ ഫെയ്ത്ത് വിൽ ഓൾവേസ് ടെസ്റ്റഡ്. വാട്ട് ജെയിംസ് ചാപ്റ്റർ 1 verse 1-3, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ട്രൂ ഫെയ്ത്ത് ഈസ് ഓൾവേസ് ടെസ്റ്റഡ്. എല്ലാം നന്നായിട്ട് പോകുമ്പം ഞാൻ വിശ്വാസിയാണെന്ന് പറയാൻ എളുപ്പമല്ലേ? എന്നാൽ കാര്യങ്ങൾ ട്രബിളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ടെസ്റ്റ്, നമ്മുടെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ an unusual ടെസ്റ്റ്. ദാനിയേൽ ആത്മാവിൽ പറയുക, 10 ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്ക്. 10 ദിവസം. ദാനിയേൽ അറിയാം എന്നാ ദൈവത്തിൻ്റെ ആ ഇൻ്റർവെൻഷനെ പറ്റി തനിക്ക് ബോധ്യമുണ്ട്. കാരണം ഹീ നോ ദ ലോ ഓഫ് ഗോഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, they passed the test. Verse 15, അവർ ആ ടെസ്റ്റ് പാസ്സാകുക. 15-ാം വാക്യത്തിനകത്ത് 10 ദിവസം കഴിഞ്ഞപ്പം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും ആഴമുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അവിടെ 2 കാര്യമുണ്ട്. They pass the test. Second, they avoid the defilement. അവർ ആ ടെസ്റ്റ് പാസ്സാകുന്നു, ആ ഡിഫൈൽമെൻറ്റിനെ അവർ അവോയ്ഡ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഡുവൽ പ്രിൻസിപ്പിൾ, human responsibility. There we can see their unhindered persistence, and everything is 100% controlling by God. അവർ 10 ദിവസം അവർ സ്ട്രഗിൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അവർ ആഹാരം കഴിച്ചതിന് പ്രാധാന്യം കൊടുത്തതിനേക്കാൾ അവർ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു കാണും. അൺയൂഷ്വൽ ടെസ്റ്റ്. ഇങ്ങനെ പറഞ്ഞു പോകുമ്പം മറന്നു പോകാതെ ഹൃദയത്തിൻ്റെ പലകയിൽ ആ കാര്യം എല്ലാം എഴുതി വെച്ചോണം. Unashamed boldness, uncommon standard, unearthly protection, unhindered persistence, unblemished faith. അതിൻ്റെ റിസൾട്ടാണ് unusual test. Next, the story is going to the climax. The seven characteristics of uncompromising life and unmeasurable blessing. There we can see two kinds of two things: the benefit of God blessing and the result of God blessing. Can you turn with me to verses 17-20? ഞാൻ ഈ പറഞ്ഞ 2 കാര്യം അവിടെ ഉണ്ട്. The benefit of God's blessing in verse 17. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ദാറ്റ് ഈസ് ദ ബെനഫിറ്റ് ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്. 2 കാര്യം അവിടെ ഉണ്ട്. ഒന്ന്, ടു ഓൾ ദ യൂത്ത്, സ്പെഷ്യലി ടു ദ ഡാനിയേൽ. എന്താണെന്ന് ഞാനൊന്ന് ഒന്ന് വളരെ പെട്ടെന്ന് പറയാം. ഈ 4 പേർക്ക് എന്തൊക്കെ കിട്ടിയെന്നറിയാമോ? They got Hebrew wisdom.
They got the wisdom from the law of the Lord. അവർക്ക് they got the Babylonian wisdom. അവർ എല്ലാ നിലയിലും ജ്ഞാനമുള്ളവരായി തീർന്നു. That is the benefit of God's blessing. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ, ഞാൻ ഈ വേദഭാഗമൊക്കെ അതുപോലെ എൻ്റെ ഹൃദയത്തിലാക്കുക. നമ്മൾ അങ്ങനെ ഒരു അൺയൂഷ്വൽ ടെസ്റ്റിലേക്ക് പോകുമ്പം ഓർത്തോണം, പ്യൂരിറ്റിയോടെ അവനെ കടന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ there will be a benefit, there will be a blessing we can see in Holy Scriptures. The benefit of God's blessing. അവർക്ക് ഹീബ്രു വിസ്ഡം കിട്ടി, ബാബിലോണിയൻ വിസ്ഡം കിട്ടി, ഡിവൈൻ വിസ്ഡം കിട്ടി. I have no time to explain. ദാനിയേലിന് എന്നാണ് കിട്ടിയത്? Daniel even understood all kinds of visions and dreams. ദാനിയേലിന് അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു അല്ലേ? മറ്റവർക്ക് ഇത് കിട്ടിയില്ല. വിഷൻ്റെയും ഡ്രീമിൻ്റെയും എക്സ്പ്ലനേഷൻ കിട്ടിയില്ല. മറ്റവർക്ക് 3 പേർക്കും ഹീബ്രു വിസ്ഡം, ബാബിലോണിയൻ വിസ്ഡം, ഡിവൈൻ വിസ്ഡം. ദാനിയേലിന് സ്പെസിഫൈ ചെയ്ത് യു ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രറ്റിംഗ് ഓൾ ദ വിഷൻസ് ആൻഡ് ഓൾ ദ ഡ്രീംസ്. An unmeasurable blessing. ഇവിടെ അതിനകത്ത് ബെനഫിറ്റ് മാത്രമല്ല, we can see 3 results of God's blessing in verses 18 to 20. 3 results. First one, their success. എന്താണ് വേഴ്സ് 18 വായിക്കുന്നത്? The beginning of verse 19, അവരെ ഇങ്ങനെയാണ് വായിക്കുന്നത്. Out of them all, not one was found like Daniel, Hananiah, Mishael, and Azariah. That is the success. That is the result of God's blessing. Their success. Second, their service. Verse 20, their service എന്താണ് വായിക്കുന്നത്? Verse 19 ഇങ്ങനെ വായിക്കുന്നത്, they stood before the king. പ്രിയപ്പെട്ടവരെ, 18 വയസ്സോ 20 വയസ്സോ ഉള്ള 4 പേര് കൊട്ടാരത്തിൽ ജോലിക്ക് കയറി. ദാറ്റ് ഈസ് ദയർ സർവീസ്. എന്തൊക്കെയാ ബ്ലെസ്സിങ്? ഒന്ന്, ദയർ സക്സസ്. ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ദയർ സർവീസ്, they got job in the king's palace. Third, their superiority. Verse 20, as for every matter of wisdom and understanding about which the king consulted them, he found them 10 times better than all the magicians and conjurers who were in all his realm. 10 ഇരട്ടി. Unmeasurable blessing. Their success, their service, and their superiority. These are the result of uncompromising life. ഒത്തിരി കാര്യം പറയാനായിട്ടുണ്ട്. Let me conclude with final point. Verse 21, and Daniel continued until the first year of Cyrus the king. An unlimited influence. സ്തോത്രം. ഏതാ ഇൻഫ്ലുവൻസ്? നിങ്ങൾക്കറിയാമല്ലോ, the whole world is controlling by Babylon those days. In that kingdom, Daniel was the prime minister of that country. 70 years he was ruling on the throne. An unlimited influence was the ultimate result and blessing of uncompromising life. Hope you are following. 70 വർഷം ദാനിയേൽ അവിടെ ഭരിച്ചു. Daniel's integrity and longevity in his appointed position had far-reaching result. We can see his influence in Cyrus' decree sending Israel back from exile in Ezra chapter 1. ഇസ്രയേലിനെ എന്തുകൊണ്ടാ തിരിച്ച് സൈറസ് അയക്കാൻ കാര്യം എന്താണെന്നറിയാമോ? Ultimately, it is God's plan.
In the secondary, we can see that because of the influence of Daniel, that is the part of unlimited blessing, unlimited influence. In the Jews rebuilding Jerusalem, അവിടെയും നമുക്ക് ദാനിയേലിൻ്റെ ഇൻഫ്ലുവൻസ് കാണാം. എന്ന് മാത്രമല്ല, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ തെക്ക് നിന്ന്, കിഴക്ക് നിന്ന്, ഈസ്റ്റിൽ നിന്ന് ചില വിദ്വാൻമാർ യേശുവിൻ്റെ അടുക്ക വന്നില്ലേ? ഹോപ്പ്ഫുള്ളി that is because of the influence of Daniel. എന്തിനേറെ പറയുന്നു, ദാനിയേലിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലേ യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ദർശനത്തിൽ പോലും കാണുന്നത്. an unlimited influence. ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ don't play on the edges. അത് ഐപിക്കോസിലെ ദൈവമക്കൾക്ക് പറ്റത്തില്ല. നമ്മളെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് ഹൈയസ്റ്റ്, നോബിളസ്റ്റ്, ദ ബെസ്റ്റ്. അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുമോ? ക്യാൻ യു പ്ലീസ് ഓൾ സ്റ്റാൻഡ് അപ്പ്? ഞാൻ അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കഴിഞ്ഞ 3 ആഴ്ച പറഞ്ഞ ഭേദഭാഗം മനസ്സിലുണ്ടായിരിക്കണം. ലോകത്തിന് നമ്മുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യാം, ലോകത്തിന് നമ്മുടെ വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ സ്വാധീനിക്കാം, ബട്ട് നെവർ അലൗഡ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. We are ready to say no. Uncompromising life. We can see 8 characteristics. An uncommon boldness. Do you have that uncommon boldness? An uncommon standard. Not like any other so-called believers. God is expecting you from an uncommon standard. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ you will have an unearthly protection from heaven. അങ്ങനെയുള്ളവർക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. There have to be an unhindered persistence all through our life, especially in the matter of our faith and truth. Unblemished faith നമുക്കുണ്ടാകാം. അകത്ത് പ്യൂരിറ്റി ഉള്ളവന് കർത്താവിൽ ആശ്രയിക്കാം. There will be an unusual test, but remember that you will pass the test because God is controlling the events. Even Nebuchadnezzar is under the control of God. There will be an unmeasurable blessing. Nobody is there like Daniel and 3 other friends of Daniel. There will be an unlimited influence. Even the book of Revelation, we can see the visions explanation of Daniel. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. Let us pray to God. Lord, we need your grace and your strength to lead an uncompromising life in the present evil world. Thank you, Lord. Thank you, Lord. Why we are all looking to above for his unmeasurable grace. Let us sing one song and praise to the Lord. Amen.